ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് IIFE. IIFE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫങ്ഷൻ എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മള് അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫങ്ഷൻ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആൻ ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ഡ് ഫങ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻ ആണ് ഇത്. IIFE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആൻഡ് എക്സിക്യൂട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് ഈസ് ക്രിയേറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി റൺ ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആണ് IIFE എന്ന് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അത് റൺ ചെയ്യുന്നു. സാധാരണ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ ഗ്രീറ്റ് കേളി ബ്രാക്കറ്റിനുള്ളിൽ കോഡ് എഴുതുന്നു. ഇതാണ് സാധാരണ ഒരു ഫങ്ഷൻ, റെഗുലർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗ്രീറ്റിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇഫ് ഐ കോൾഡ് ഫങ്ഷൻ ദെൻ ഐ ആം ഗെറ്റിംഗ് മൈ റിസൾട്ട് ആസ് ഹലോ വേൾഡ്. നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. പക്ഷെ ഇൻ കേസ് ഓഫ് IIFE നമ്മൾ റൺ എ ഫങ്ഷൻ വിച്ച് ഡസൻ നീഡ്സ് ടു ബി കോൾഡ്. ഇതിനകത്ത് ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇറ്റ് വിൽ റൺ ഓട്ടോമാറ്റിക്കലി എവറി സിംഗിൾ ടൈം. നമ്മൾ കോഡിനെ എപ്പോഴൊക്കെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, ഫുൾ കോഡ് നമ്മൾ എപ്പോഴൊക്കെ റൺ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന ഫങ്ഷൻ ആണ് എന്ത്, IIFE എന്ന് പറഞ്ഞത്. ഇത് സാധാരണ റെഗുലർ ഫങ്ഷനെ പോലെയല്ല, ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നതാണ്. കോഡ് ഫുൾ ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന ഫങ്ഷൻ ആണ് IIFE എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് ഈ IIFE ഫങ്ഷന് നമ്മൾ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നെയിംസ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എന്തിനാണ്, നമുക്ക് കോൾ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ്, നമുക്ക് അതിനെ വിളിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മൾ നെയിംസ് കൊടുക്കുന്നത്. ഇപ്പൊ നെയിംസ് കോൾ ചെയ്യേണ്ട ആവശ്യം, അതായത് പേര് കോൾ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ നെയിംസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ IIFE-നകത്ത് ബിക്കോസ് അത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്നത് നമ്മളായിട്ട് കോൾ ചെയ്യും. അതാണ് IIFE. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇത് IIFE എങ്ങനെയാണ്, നമ്മൾ ഒരു ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫങ്ഷൻ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൺസോൾ ഡോട്ട് ലോഗ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ബ്രാക്കറ്റ്. ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഓട്ടോമാറ്റിക്കലി എപ്പോഴൊക്കെ കോൾ ചെയ്യുന്ന അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യാനായിട്ടാണ് ഈ ഓപ്പൺ ബ്രാക്കറ്റ് വെച്ചേക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് പേരൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ് തന്നെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യാനായിട്ടാണ് ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഇതിന് പേരും കൊടുത്തിട്ടില്ല. അപ്പൊ ഓപ്പൺ ബ്രാക്കറ്റ്, ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റും കൂടി കൊടുക്കണം. മനസ്സിലായോ? ഈ ഫങ്ഷൻ എപ്പോഴും ഒരു എന്താണ്, ഒരു ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അത് കഴിഞ്ഞിട്ട് ആ ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫങ്ഷൻ എഴുതി കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് കോൾ ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പാരന്തസിസും കൂടി ഇടണം. എന്തിനാണ്, ഓട്ടോമാറ്റിക്കലി എപ്പോഴൊക്കെ ഈ കോഡ് റൺ ചെയ്യുന്ന അപ്പോഴൊക്കെ ഇത് റൺ ചെയ്യാനായിട്ട്, ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യാനായിട്ടാണ്. ഇതാണ് IIFE എന്ന് പറയുന്നത്.